ഇസ്രായേലിൻ്റെ തൊട്ടു മുമ്പുള്ള ചരിത്രം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫലസ്തീനെതിരെ ഗസയിലും ലബനനിലും ഒക്കെ ആയിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ആക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. വിശേഷം സലഫികൾ ആ നിലക്കുള്ള ആക്ഷേപങ്ങളൊക്കെയാണ്. സലഫികൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനെതിരെ പറയാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഇതൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. ഫിത്നയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അവൻ്റെ അഖീദയും അവൻ്റെ മൻഹജും അവൻ്റെ നിലപാടുകളും എല്ലാം പരീക്ഷിക്കപ്പെടും. അവൻ്റെ ഒരു ലൈക്ക് വരെ, അവൻ്റെ ഒരു ഷെയറിങ് വരെ, അവൻ്റെ ഒരു കമൻറ്റ് വരെ അവനുള്ള പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ കാലഘട്ടം നമ്മൾ തിരിച്ചറിയണം എന്നതാണ് ഒന്നാമത്തെ ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം. പല ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. ഒരു യുദ്ധം ആസ്വദിക്കുകയോ അതല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൽ ഞാൻ സ്വീകരിക്കുന്ന നിലപാട് അത് ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാനുള്ള ബാധ്യത ഉണ്ട്. കാരണം ഇതൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കപടവിശ്വാസികളും വിശ്വാസം ഉറക്കാത്തവരും വ്യതിയാന കക്ഷികളുമൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ ആദർശ വ്യതിയാനങ്ങൾ കൂടുതൽ പ്രകടമായിട്ടുള്ളത് എവിടെയും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കി ഇത്തരം ഫിത്നകളുടെ ഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി നമ്മുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അഖീദയും മുൻഹജുമെല്ലാം തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇതൊരു വൈകാരികമായ വിഷയമാണ്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഫലസ്തീനിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലാണെങ്കിലും ഒക്കെ പിഞ്ചു മക്കൾ കൊല്ലപ്പെടുന്നു, സ്കൂളുകൾ ആക്രമിക്കപ്പെടുന്നു. അതൊക്കെ ഒരു വൈകാരികത ഉണ്ട്. അത് തീർച്ചയായിക്കൊണ്ടും ആ വൈകാരികത നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ആ വൈകാരികതയിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വൈകാരികമായി മാത്രം നിലകൊള്ളുന്ന അവസ്ഥ, അതിൻ്റെ ഒരു വിചാരപരമായ ദീനീപരമായിട്ടുള്ള ഒരു നിലപാടുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ വൈകാരികമായിട്ടുള്ള നിലപാടുകൾ പോകുമ്പോൾ ചില അപകടങ്ങളുണ്ട്. അത് ചിലപ്പോൾ ദീനിൻ്റെ അതിർത്തികളും അതിർവരമ്പുകളും ലംഘിക്കുന്നതാണെങ്കിൽ ആ നിലപാടിൻ്റെ ഏറ്റവും വലിയ പരിക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇറാനെ വിഷയത്തിൽ സഹായിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇറാൻ എന്നൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ നിലപാടെന്താണ്, അറബ് രാജ്യങ്ങളോട് ഈ രാജ്യത്തിനുള്ള നിലപാടെന്താണ്? ഇപ്പം നമുക്കറിയാം, ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇസ്രായേലിലുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ മാപ്പിൽ ഒരു ചെറിയ ഒരു ഈച്ച ഇരിക്കുന്ന അത്ര വലിപ്പമുള്ള ഒരു രാജ്യം. പക്ഷെ ആ രാജ്യം ഇന്ന് പല അക്രമങ്ങളും അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മനസ്സുകൊണ്ട് പോലും അതിനോട് ഒരു താതാത്മ്യം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത്? അതിൻ്റെ പല കാരണങ്ങളുണ്ടാകും. അതിലൊന്ന്, അപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിനുള്ളതുപോലെ തന്നെ ഇറാനും ചില പദ്ധതികളുണ്ട്, അവർക്ക് ചില തഖ്തീത്തുകളുണ്ട്. ആ പ്ലാനിങ്ങുകൾ ഈ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ ആ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് തുടങ്ങിയതാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം ഉണ്ടായ പദ്ധതികളല്ല. അതായത് ഈ അറബ് രാജ്യങ്ങളോടുള്ള ഇറാൻ്റെ ശത്രുത, അതിൻ്റെ മൂർധന്യാവസ്ഥ നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പിന്നീട് മഞ്ഞുരുകിയ ഒരു സൗഹൃദത്തിൻ്റെ ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരുടെ തഖ്തീത്തുകൾ അവർ കൃത്യമായിക്കൊണ്ട് പ്ലാനിങ്ങോടുകൂടി നടത്തി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നുമില്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾക്ക് മേൽ പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു സംസാരം. ഇപ്പോൾ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അബ്ദുള്ള സാഹിബ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വലിയ പടക്കുതിരിയായിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന ആശയം കൊണ്ട് അത് തന്നെയായിരിക്കും. പക്ഷേ ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോൾ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവർ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നികളുടെ നേതൃത്വം, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നി അല്ല കേട്ടോ, ഷിയ വിരുദ്ധ സുന്നി, അവരുടെ ആ മേധാവിത്വം നശിപ്പിച്ചിട്ട് അതുകൂടി സൗദി അറേബ്യ അടക്കം പിടിച്ചെടുത്ത് അതിൻ്റെ ഈ ഹോളി സിറ്റീസ്, അത് ഹറമൈൻ, ഷെരീഫൈൻ, കഅബ, മക്ക, മദീന മുതലായ രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം എന്നതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ മുസ്ലിം രാഷ്ട്രം അവർക്ക് അനുകൂലമായി പ്രതികരിക്കാത്തതും. ശരി, ഇത് ഇദ്ദേഹം കുറച്ച് മുമ്പ് സംസാരിച്ചതാണ്. ഈ പറഞ്ഞ 100% വസ്തുതാപരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പദ്ധതികൾ അറിയാം, ഇറാനിൻ്റെ പദ്ധതികളെ സംബന്ധിച്ച് അവർക്കറിയാം. ഇനി ഇവിടുത്തെ ഒരു കറണ്ട് ഇഷ്യൂ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രണ്ട് തെമ്മാടി രാഷ്ട്രങ്ങൾ, അവിടുത്തെ രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ നല്ല മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്,
ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്ര തലവന്മാരും അവിടെ രാഷ്ട്രീയത്തെയുമാണ് നമ്മൾ എതിർക്കുന്നത്, അവിടുത്തെ ജനങ്ങളല്ല. കാരണം ഈ യുദ്ധത്തിനെതിരെ ഇസ്രായേലിലും അതുപോലെ തന്നെ അമേരിക്കയിലും അടക്കം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അമേരിക്കയിലൊക്കെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തെമ്മാടി സിയോണിസ്റ്റ് അതല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. ആ ആക്രമണം തീർത്തും അന്യായമാണ്. അതിവിടെ ആർക്കും സംശയമുള്ള കാര്യമല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറുക എന്നുള്ളത് ഒരു രാജ്യത്തിലേക്ക് മാത്രമല്ല, ഒരാളുടെ റൂമിലേക്ക് പോലും അതിക്രമിച്ച് കയറാൻ പാടില്ലല്ലോ, ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ പാടില്ല. അതിനൊക്കെ ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ലോക പോലീസ് ചമഞ്ഞ് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും നീതീകരിക്കാവുന്ന കാര്യമേ അല്ല. അതിനാരും ന്യായീകരിക്കുന്നുമില്ല, കാരണം അത് ന്യായീകരിക്കാനും പാടില്ല. പക്ഷേ ഇവിടെ ചർച്ച അതല്ല. എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇറാന് അനുകൂലമായിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാത്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ അബ്ദുള്ള സാഹിബ് പറഞ്ഞൊരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇറാൻ ആക്രമിക്കുന്നു. അപ്പോൾ ഇറാൻ ഒരു മദ്ലൂമാണ് എന്ന് വെക്കുക, ആക്രമിക്കപ്പെട്ട, അന്യായമായിക്കൊണ്ട് ആക്രമിക്കപ്പെട്ട ഒരു രാജ്യമാണ്. എന്നാൽ അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം ഏറ്റുവാങ്ങുമ്പോൾ അവർ ചെയ്യേണ്ടത് അമേരിക്കയും ഇസ്രായേലിനെ ആക്രമിക്കുക, അവർ രാജ്യത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇറാൻ ചെയ്തത് എന്താണ്? അവിടെയാണ് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വൈകാരികതകൾക്കപ്പുറമുള്ള ചില മതപരമായിട്ടുള്ള നിലപാടുകളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഒരു വൈകാരികതയും അമേരിക്കയെ തോൽപ്പിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയെ വിറപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യമായിരിക്കാം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. ഇന്നസം അവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അവൻ്റെ കണ്ണും അവൻ്റെ കാതുകളും അവൻ്റെ ഹൃദയങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അപ്പം അവൻ്റെ ഒരു ലൈക്ക്, അവൻ്റെ ഒരു മാനസികമായ സപ്പോർട്ട് പോലും പടച്ച റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ 100% മതപരമായിരിക്കണം. അതാണ് സലഫികൾക്ക് പറയുന്നത്. അതിന് സലഫികൾ ആ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ സലഫികൾ സിയോണിസ്റ്റുകളാണ്, അവർ ജൂതന്മാരെ ചാരന്മാരാണ്, അവർ ഇസ്രായേൽ സപ്പോർട്ടർമാരാണ്, അവർ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നു. അങ്ങനെ പറയുന്നവർ പറയട്ടെ. സത്യം എന്നും കയ്പുള്ളതായിരിക്കും, സത്യമെന്നും കയ്പുള്ളതായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ മധുരിക്കും. അപ്പോൾ അതേ സമയത്ത് പിശാചിൻ്റെ കെണികളും പിശാചിൻ്റെ വാദങ്ങളും തുടക്കത്തിൽ മധുരമുള്ളതായിരിക്കും. ആ മധുരം നുണഞ്ഞ് സത്യം പറയുന്ന ആളുകൾ സിയോണിസ്റ്റുകളും അതുപോലെ തന്നെ സത്യം പറയുന്ന ആളുകൾ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ അമേരിക്കൻ ചാരന്മാരും അതുപോലെ തന്നെ ജൂതചാരന്മാരുമാക്കി മുദ്ര കുത്തുന്നത് എത്രത്തോളം ചെയ്ത്. ഇന്ന് ഞാനൊരു ഒരു കേരളത്തിലെ ഒരു അറിയപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ് വായിച്ചു. മദ്ഹലികൾ ജൂതന്മാരുടെ കൂടെയായിരിക്കും പരലോകത്തുണ്ടാവുക. എത്ര ഗുരുതരമായ വാക്കുകളാണതൊക്കെ. ആരാ മദ്ഹലി? മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. റബീ ബിൻ ഹാദിൽ മദ്ഹലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പം അദ്ദേഹത്തോട് മരിച്ചിട്ടും പകതീരാത്ത ഇഖ്വാനികളാണ് കേരളത്തിലുള്ളത്, ലോകത്തും അങ്ങനെ തന്നെ. അപ്പം മറിച്ച് മതപരമായിട്ടുള്ള നിലപാടായിരിക്കണം വിശ്വാസി സ്വീകരിക്കേണ്ടത്. എന്താണ് ഇവിടെ ഇറാൻ ചെയ്ത ഇതിന് പ്രതിക്രിയ നൽകി ഇറാൻ ചെയ്തത് എന്താണ്? GCC രാജ്യങ്ങളെ ആക്രമിച്ചു. യഥാർത്ഥത്തിൽ GCC രാജ്യങ്ങൾ ഇത് ഇപ്പം മാത്രമല്ല, ഫലസ്തീൻ വിഷയം നടക്കുമ്പോൾ വരെ ഖത്തറിനെ ആക്രമിച്ചിരുന്നു. നമുക്കറിയാലോ, ഖത്തറിനെ ആക്രമിച്ചിരുന്നു. പറയുമ്പോൾ ഖത്തർ ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീൻ അനുകൂലമായിക്കൂടെ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു. സൗദി അടക്കമുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ നിലപാടുകൾ സ്വീകരിച്ച രാജ്യം. എന്നിട്ടും ഇസ്രായേലിലേക്ക് മിസൈൽ വിടുന്നതിന് പകരം ഒരു മിസൈൽ എടുക്കുന്നു, ഖത്തറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചില നിലപാടുകൾ, ചില നിഗൂഢതകളുണ്ട്. ഇനി മാത്രവുമല്ല, GCC രാജ്യങ്ങൾ അവർ ആക്രമിച്ചു. ഈ GCC രാജ്യങ്ങളുമായിക്കൊണ്ട് കരാറുണ്ട് ഇറാന്. അതുകൊണ്ടാണല്ലോ GCC രാജ്യങ്ങളിൽ ഇറാൻ്റെ സ്ഥാനപതികളുണ്ടല്ലോ, അംബാസഡർമാരുണ്ടല്ലോ. ഒരു രാജ്യം അംബാസഡർ നിയമിക്കണമെങ്കിൽ ആ രാജ്യവുമായിക്കൊണ്ട് പല നിലക്കും കരാറുകളുണ്ടാവും, പല നിലക്കുള്ള വ്യാപാര ബന്ധങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണ് സൗദി അറേബ്യ അവിടുത്തെ സ്ഥാനപതിയെ പുറത്താക്കിയത്. കാരണം അവിടേക്ക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകൾ വന്നതിന് ശേഷം കുവൈത്തിലുണ്ട്, എല്ലാ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കരാറിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നതിൻ്റെ മതം എന്താണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇറാനെ വൈകാരികമായി കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് വളരെ മാന്യമായി, വളരെ വിനയത്തോടു കൂടി, നസിയത്തോട് നമുക്ക് ചോദിക്കുന്നത്, ഇന്ന് ഇറാൻ GCC രാജ്യങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഒരു വേള ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി മിസൈലുകളും ഡ്രോണുകളും അയച്ചത് എവിടേക്കാണ്? GCC രാജ്യങ്ങളിലേക്കാണ്. ഇതിൻ്റെ മതം എന്താണ്? ഒരു പരസ്പരം കരാറുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു ശത്രു രാജ്യവുമായിക്കൊണ്ട് ഒറ്റ രാജ്യത്തിന് കരാറുണ്ട് എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവിടെ ശത്രു രാജ്യത്തിൻ്റെ ബേസ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആ രാജ്യത്തെ ആക്രമിക്കാനുള്ള മതപരമായ ന്യായം എന്താണ്?
ഒരിക്കലും അത് മതമല്ല. വൈകാരികത പറയുന്നവർക്കൊക്കെ പറയാം, അങ്ങനെ അടിച്ചു, ഇവിടെ അടിച്ചു, അങ്ങോട്ട് അടിച്ചു എന്ന്. പക്ഷേ നാം ചോദിക്കുന്നത് സലഫികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വിശ്വാസിയും ചോദിക്കുക ഇതിൻ്റെ മതം. അതുകൊണ്ടാണ് GCC രാജ്യങ്ങളിലൊക്കെയുള്ള മഹാപണ്ഡിതന്മാർ, ഖത്തറിൽ പണ്ഡിതന്മാരില്ലേ, സൗദിയിലില്ലേ, യമനിലില്ലേ, ഇവരൊക്കെ കൊട്ടാര പണ്ഡിതന്മാരാണോ? അങ്ങനെ ചില ആളുകൾ. അപ്പം എന്നാൽ കുടിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞോ? എല്ലാവരും കൊട്ടാരത്തിൽ പോയിരിക്കുകയാണെങ്കിൽ കുടിലുള്ള പണ്ഡിതന്മാരുണ്ടാവില്ലേ? ഇപ്പോൾ ഇഖ്വാനികളുടെ നരേശനെ എല്ലാം കൊട്ടാര പണ്ഡിതന്മാരാണ്. ഞാൻ പറയും, ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞു അത് മതപരമായി തെറ്റാണ്. അതാണ് സലഫികളും പറഞ്ഞു. എന്ത് കാരണം വെച്ചാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ കരാറിലേർപ്പെട്ടു. കരാർ എന്താണ്? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവനെ തിരിച്ചയക്കണം, മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവനെ തിരിച്ചയക്കാൻ പാടില്ല. ഈ കരാറിൽ ഏർപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് പിരിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് ആര് വന്നത്? അബൂ ജുന്ദൽ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കരാറിൽ ഒപ്പിട്ടിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെ കരാർ? മുസ്ലിമിനോടല്ല, ഒരു കാഫിറായ ഒരു ഇസ്ലാമിക ശത്രുക്കളോട്, അന്നത്തെ മക്കയിലെ ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ചെയ്തത്. അപ്പോൾ ഒരു ശത്രു രാജ്യത്തോട്, ശത്രുവിനോടുള്ള കരാർ പോലും പാലിക്കണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ ഈ മുസ്ലിം രാജ്യങ്ങളോടുള്ള കരാറിനെ പരസ്യമായി കൊണ്ട് ലംഘിക്കുന്നതിനെ ഏത് ന്യായം വെച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിന് അനുകൂലമായി സ്വീകരിക്കാൻ സാധിക്കുക? മാത്രമല്ല, ഇന്ന് GCC രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഭയചകിതരാണ്. എത്രത്തോളം ചോദിച്ചാൽ ഈ കഴിഞ്ഞ പെരുന്നാളിന് വരെ ഈദ്ഗാഹുകൾ വരെ നടന്നിട്ടില്ല. സൗദി അറേബ്യയിലാണെങ്കിലും GCC രാജ്യങ്ങളിലാണെങ്കിലും UAE ഒക്കെ ഈദ്ഗാഹുകൾ തടസ്സപ്പെട്ടു. കാരണം എന്താണ്? ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു, ബഹ്റൈനിൽ മീഡിയ 1 വരെ അത് പ്രസിദ്ധീകരിച്ചല്ലോ. ബഹ്റൈനിലെ തറാവി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണം. അപ്പം ഇത് പറയുന്നതിൻ്റെ വൈകാരികത മാറ്റി നിർത്തി ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മൻസൂല എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുക, ഇതിൻ്റെ മതം എന്താണ്? ഒരു മതപരമായ ന്യായീകരണങ്ങളും ഇതിന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, അവിടെ ചില ആളുകൾ കൊല്ലപ്പെട്ടല്ലോ. കുറച്ച് ആളുകൾ GCC രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള UAE അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ആളുകൾ കൊല്ലപ്പെട്ടു. ഒരു മുസ്ലിമിൻ്റെ രക്തമെന്ന് പറയുന്നത് കഅബയേക്കാൾ പവിത്രമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ രക്തം ചിന്തിയിട്ടും ആ അക്രമികളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയാൻ സാധിക്കുക? ഒരു ഭാഗത്ത് മദ്ലൂമായിരിക്കുന്നു എന്ന് ശരിയായിരിക്കാം, പക്ഷേ മറുഭാഗത്ത് എന്തുണ്ട്? അവർ അക്രമികളുമാണ്. എന്ത് തെറ്റാണോ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ തെറ്റ് ഇറാൻ GCC രാജ്യങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ണടച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ ഇഖ്വാനി മീഡിയകൾ തന്നെയാണ് നമുക്കതിൻ്റെ കണക്കുകളും അതുപോലെ തന്നെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമുക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് മാനസികമായിക്കൊണ്ടൊരിക്കലും അതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, നമുക്കറിയാം, അപ്പോൾ ഇസ്ലാമികമായിക്കൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇറാൻ ഒരു ഉദാഹരണം, ഇറാനിലുള്ള ഏതെങ്കിലും ഒരു ജൂതപ്പള്ളി, ആ ജൂതപ്പള്ളി അവിടുത്തെ ഒരു വ്യക്തി ആക്രമിച്ചു കഴിഞ്ഞാൽ അതിലെന്തായിരിക്കും? ഇറാൻ ഇസ്രായേലിനോടുള്ള എതിർപ്പ് കൊണ്ട് അവിടുത്തെ ജൂതന്മാർ ആരാധനാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഒരു ജൂത ഓഫീസോ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണോ ആ വിഷയത്തിൽ ഇറാൻ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുക, അതിന് അനുകൂലം നിൽക്കില്ലല്ലോ. കാരണം ഒരു ഗവൺമെൻറ് എന്നുള്ളതിൽ ആർക്കായാലും സപ്പോർട്ട് കൊടുക്കേണ്ട ബാധ്യത ഒരു ഗവൺമെൻറ്റിനുണ്ട്. അതേ ബാധ്യത ഇസ്ലാമിക ഗവൺമെൻറ്റുകൾക്ക്. നിങ്ങൾ ആലോചിച്ച്, കോടിക്കണക്കിന് രൂപയാണ് ഈ ഇറാനിൻ്റെ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും തടുക്കാൻ വേണ്ടി GCC രാജ്യങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യത്തെ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിർത്തുന്ന രീതി ഇത് ഇസ്ലാമികമാണോ? അല്ലേ? അവിടുത്തെ ഇറാനിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, അത് 100% തെറ്റാണ്. അതിന് ആ സിയോണിസ്റ്റ് അക്രമത്തോടൊരു മുസ്ലിം ഒരു തരിമ്പ് പോലും യോജിപ്പില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ആളുകൾ കൊല്ലപ്പെട്ടു. അത് ഇറാനിൽ വന്ന ബോംബ് കൊണ്ടും ഇറാനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭാഗത്ത് മദ്ലൂമായിരിക്കും, മറ്റൊരു ഭാഗത്ത് ലാലിമായിരിക്കുമ്പോൾ ലാലിമുകൾക്ക് വേണ്ടി, വഞ്ചകന്മാർക്ക് വേണ്ടി, അഥവാ പ്രവാചകൻ പറഞ്ഞു മുഅ്മിനു അലാ ശുറൂത്തിഹിം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരാറിന് ബാധ്യതകളുണ്ട്. ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാർ പാലിക്കാൻ ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞല്ലോ, അവരുടെ കരാറുകൾ പാലിക്കുന്നവരായിരിക്കും ഔഫു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കരാറുകൾ പാലിക്കുന്നത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് മദ്ലൂമ എന്ന് പറയുന്ന അർത്ഥമല്ല. മാത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തകുൻ ലിൽ ഖായിനിന ഖസീമ, നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകാൻ പാടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗത്തും ഒരു നിലക്ക് നോക്കിയാൽ ലാലിമുകളാണ്.
മാത്രമല്ല ഇറാനിൻ്റെ പൂർവ്വചരിത്രം അത്ര പരിശുദ്ധമല്ല എന്നെല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ ഇഖ്വാനികൾക്ക് പോലും അറിയുന്ന വസ്തുത അവരെ പോലും അംഗീകരിച്ച കാര്യമാണ്. കാരണം ഇറാൻ സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ഒക്കെ ചെയ്തു കൂട്ടിയ നരനായാട്ടുകൾ, സുന്നി മുസ്ലിമീങ്ങളെ, പിഞ്ചുമക്കളെ, ഇറാനിൽ മാത്രമല്ല ഇറാനിൽ കുട്ടികൾ കൊല്ലപ്പെട്ടാൽ അത് അപലപനീയമാണ്. അതേ കുട്ടികൾ തന്നെയാണ് സിറിയയിലുമുള്ളത്. ലക്ഷക്കണക്കിന് കുട്ടികൾ സിറിയയിൽ കൊല്ലപ്പെട്ടല്ലോ. ഐമൻ കുർദിയുടെ സംഭവം നമുക്കറിയാലോ. ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? അപ്പോൾ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ളാലിമിന് വേണ്ടി കൊടി പിടിക്കുന്നത് മാനസികമായി കൊണ്ട് സപ്പോർട്ട് ചെയ്തതും യഥാർത്ഥ ശരിയല്ല. അതിൻ്റെ അർത്ഥം ഇറാനെ നമ്മൾ ഈ ഒരു വിഷയം കൊണ്ട്, അഥവാ അവർ ഒരു നിലക്ക് വദലുമാണെങ്കിലും മറ്റൊരു ളാലിമാണെന്ന് കൊണ്ട് തന്നെ അവിടെ പൂർവ്വചരിത്രവും അവിടെ അഖീദയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവരെ മാനസികമായി കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ സിയോണിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പിന്നെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അവർ പറഞ്ഞത് വെച്ചാൽ ഒരു ളാലിമിനെ അള്ളാഹ് മറ്റൊരു ളാലിമിനെ കൊണ്ട് എതിർക്കുന്നു, അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ അള്ളാഹു നീ സാലിമായി രക്ഷപ്പെടുത്തണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ഈ യുദ്ധം നീണ്ടുപോകാനല്ല. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വരണം. കാരണം യുദ്ധമെന്ന് പറയുന്നത് GCC രാജ്യങ്ങൾ നടക്കുന്നു. പശ്ചിമേഷ്യയിലാണെങ്കിലും നമ്മുടെ അടുക്കളയിലേക്ക് യുദ്ധം എത്തിക്കഴിഞ്ഞു. നമ്മുടെ പോക്കറ്റ് യുദ്ധം നമ്മുടെ പോക്കറ്റിനെ ഒരു ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധി വന്നാലും അവൻ്റെ നിലപാടുകൾ മതപരമായിരിക്കണം. അതിനപ്പുറത്തേക്കൊരു നിലപാട് അവൻ സ്വീകരിക്കുന്നത്. വൈകാരികതകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ പറയപ്പെട്ട ചരിത്രപരമായതും അതുപോലെ തന്നെ വർത്തമാന കാലഘട്ടത്തിനുമുള്ള ഇത്തരം വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് വിഷയത്തിൽ സൂചിപ്പിക്കേണ്ട. അല്ലാഹു അലം.